ആ ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റോ എല്ലാരും? അച്ഛൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഇന്ന് ഞായറാഴ്ച അല്ലടാ. അത് ഞാൻ മറന്നു. നാളെ ന്യൂ ഇയർ തുടങ്ങുകയല്ലേ. നമുക്ക് വീടും പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയാലോ? ഞാൻ റെഡി. ബേബിക്ക് അത് പിടിക്കാൻ പറ്റില്ലടാ. നല്ല കനമുണ്ട് അതിന്. അത് അച്ഛനിതാ, അച്ഛൻ നോക്കിക്കോളാം. എന്നിട്ട് ബാക്കിയാവുന്ന ചവറുണ്ടെങ്കിൽ ആ കുഞ്ഞിച്ചോല് കൊണ്ട് അടിച്ചു വാരിക്കോ. എന്താ? ഓക്കേ. ആഹാ, എന്താണ് പതിവില്ലാതെ എല്ലാ സ്ഥലവും വൃത്തിയായല്ലോ. നാളെ ന്യൂ ഇയർ അല്ലേ മുത്തശ്ശി? അപ്പൊ അച്ഛൻ പറഞ്ഞു വീടും പരിസരവും എല്ലാം വൃത്തിയാക്കാമെന്ന്. അപ്പോൾ ഞങ്ങളും കൂടി. നല്ല കുട്ടികൾ. പക്ഷേ ഇത് ന്യൂ ഇയർ ദിവസത്തിൽ മാത്രം ഒതുങ്ങി പോകരുത്. നമ്മൾ താമസിക്കുന്ന വീടും പരിസരവും എന്നും വൃത്തിയാക്കി വെക്കണം. ഇല്ല മുത്തശ്ശി, ഞങ്ങൾ ഇനി മുതൽ എല്ലാ ദിവസവും വൃത്തിയാക്കും. അങ്ങനെയാണ് നല്ല കുട്ടികൾ ചെയ്യേണ്ടത്. അല്ല മുത്തശ്ശി, എന്തുകൊണ്ടാണ് ഈ ജനുവരി 1 ഒരു വർഷത്തിന്റെ തുടക്കമായത്? അതൊക്കെ വളരെ പണ്ട്, അതായത് BC 45 മുതലാണ് ജനുവരി 1 വീണ്ടും പുതുവർഷമായി അംഗീകരിച്ചത്. അതിനു മുമ്പ് റോമൻ കലണ്ടർ പ്രകാരം മാർച്ചിലായിരുന്നു പുതുവർഷം. ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയത്തെ അടിസ്ഥാനമാക്കിയാണ് കലണ്ടർ തയ്യാറാക്കിയത്. മുത്തശ്ശി ഒരു മാന്ത്രിക കലണ്ടറിന്റെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ ഒരിടത്ത് ഒരു മുയൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു. ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞുകൂടാ, ആ മുയലിന്റെ മുറിയിലെ ചുമരിൽ ഒരു കലണ്ടർ തൂങ്ങിക്കിടപ്പുണ്ട്. ആ കലണ്ടറിൽ ഒരു സുന്ദരിയായ പെൺമുയലിന്റെ ചിത്രവുമുണ്ട്. എന്ന് നമ്മുടെ മുയൽ ജോലിക്ക് പോകുമ്പോൾ കലണ്ടറിലെ സുന്ദരിയായ പെൺമുയലിന്റെ ചിത്രത്തെ നോക്കി യാത്ര പറയും. ഹായ്, ടാറ്റാ, പോയിട്ട് വരാട്ടോ. അങ്ങനെ പതിവ് പോലെ ഒരു ദിവസം നമ്മുടെ മുയൽ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു. അല്ലയോ കലണ്ടറിലെ സുന്ദരി, ഞാൻ പണി കഴിഞ്ഞു വരുമ്പോൾ എനിക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി വെക്കുമോ? പോയിട്ട് വരാം, ടാറ്റാ. ഇതും പറഞ്ഞ് നമ്മുടെ മുയൽ ജോലിക്ക് പോയി. അത്ഭുതം എന്ന് പറയട്ടെ, ജോലി കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ അതാ മേശപ്പുറത്ത് നല്ല ചൂടുള്ള ഭക്ഷണ വിഭവങ്ങൾ. ഇതെന്ത് കഥ? അത് കൊള്ളാലോ. എന്തേലും ആവട്ടെ, വിശന്നിട്ട് വയ്യ. മുയൽ മേശപ്പുറത്ത് കണ്ട ചൂടുള്ള ഭക്ഷണമൊക്കെ സ്വാദോടെ കഴിച്ചു. പിറ്റേ ദിവസവും പതിവ് പോലെ മുയൽ ജോലിക്ക് പുറപ്പെട്ടപ്പോൾ പറഞ്ഞു. അല്ലയോ കലണ്ടറിലെ സുന്ദരി, ഞാൻ പണി കഴിഞ്ഞു വരുമ്പോൾ ആ മേശപ്പുറത്തുള്ള ഇന്നലെ കഴിച്ച പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കാമോ? ഇതും പറഞ്ഞ് നമ്മുടെ മുയൽ ജോലിക്ക് പോയി. മുയൽ മടങ്ങിയെത്തിയപ്പോൾ കണ്ടത് തന്റെ പാത്രങ്ങളെല്ലാം നന്നായി കഴുകി അടുക്കി വെച്ചിരിക്കുന്നതാണ്. മുയലിന് അത്ഭുതം ഇരട്ടിച്ചു. അങ്ങനെ അടുത്ത ദിവസവും മുയൽ പറഞ്ഞു. അല്ലയോ കലണ്ടറിലെ സുന്ദരി, ഞാൻ പണി കഴിഞ്ഞു വരുമ്പോൾ ഈ വീടൊന്ന് വൃത്തിയാക്കി വെക്കാമോ? ഇതും പറഞ്ഞ് നമ്മുടെ മുയൽ ജോലിക്ക് പോയി. പക്ഷെ അന്ന് പണി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ മുയലിനൊരു സംശയം. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഒന്ന് പോയി നോക്കിയാലോ? അങ്ങനെ മുയൽ പണി നേരത്തെ നിർത്തി വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തി ജനൽ വഴി നോക്കിയപ്പോൾ കണ്ടത് കലണ്ടറിലെ സുന്ദരി വീട് വൃത്തിയാക്കുന്നതാണ്. മുയൽ നേരെ കലണ്ടറിലേക്ക് നോക്കി. കലണ്ടറിൽ സുന്ദരിയെ കാണുന്നില്ല. മുയൽ ശബ്ദമുണ്ടാക്കാതെ വീടിന്റെ പിൻവാതിലിലൂടെ കടന്നു ചെന്ന് പെട്ടെന്ന് കലണ്ടർ ചുരുട്ടി വെച്ചു. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ സുന്ദരിയോട് മുയൽ പറഞ്ഞു. എന്റെ സുന്ദരി, നീ ഇനി കലണ്ടറിലേക്ക് തിരിച്ചു പോകണ്ട. നമുക്കൊരുമിച്ച് ഇവിടെ താമസിക്കാം. അത് ഒരിക്കലും കഴിയില്ല. എന്നെ ഒരു മൂങ്ങ സന്യാസി ശപിച്ച് കലണ്ടറിൽ ഒരു ചിത്രമാക്കി മാറ്റിയതാണ്. ചിത്രത്തോട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ എനിക്ക് മോക്ഷം ലഭിക്കും. പക്ഷേ സന്യാസി എന്നെ വീണ്ടും കണ്ടാൽ ഒരു സന്യാസിയും ഇവിടേക്ക് വരില്ല. വരുമ്പോൾ നമുക്ക് അപ്പം നോക്കാം. അങ്ങനെ സുന്ദരി മുയൽ സമ്മതിച്ചു. മുയലിന് ഒരു കൂട്ടായി അവിടെ താമസം ആരംഭിച്ചു. മുയൽ അവൾക്ക് കലണ്ടറിലെ സുന്ദരി എന്ന് തന്നെ പേരും ഇട്ടു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആരും കാണാതെ കലണ്ടറിലെ സുന്ദരി മുയലിന്റെ ആ വീട്ടിൽ താമസിച്ചു പോന്നു.
അങ്ങനെ ഒരു ദിവസം മുയൽ ജോലിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം കലണ്ടറിലെ സുന്ദരി വീടിന് പുറത്തുനിന്ന് ഒരു കരച്ചിൽ കേട്ടു. ഓടിച്ചെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് 2 കുറുക്കന്മാർ വീടിന് പുറത്ത് കരയുന്നതാണ്. എന്ത് പറ്റി? നിങ്ങളൊക്കെ ആരാ? ഞങ്ങള് രാജാവിന്റെ ഭടന്മാരാണ്. രാജാവിന് ഇന്ന് ഭക്ഷണത്തിന് മാനിറച്ചി വേണം പോലും. ഞങ്ങൾ ഒരുപാട് നേരമായി മാനിനെ തിരയുന്നു. ഒരിടത്ത് പോലും കാണാനില്ല. മാനില്ലാതെ മടങ്ങിപ്പോയാ ഞങ്ങളുടെ തല പോകും. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒരു മാനിനെ ഞാൻ തരാം. അവൾ വായുവിൽ കൈ കറക്കി നീട്ടി. അത്ഭുതമെന്ന് പറയട്ടെ, അവരുടെ മുന്നിൽ ഒരു മാൻ പ്രത്യക്ഷപ്പെട്ടു. ഭടന്മാർക്ക് സന്തോഷമായി. അവർ അതിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ഹായ്, എന്തു രുചി! ഇത്രയും രുചിയുള്ള ഒരു ഇറച്ചിയും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നിങ്ങൾക്കിത് എവിടുന്ന് കിട്ടി, ഈ മാനിനെ? ഭടന്മാർ കാര്യം പറഞ്ഞു. ഇത് കേട്ട രാജാവ് ആജ്ഞാപിച്ചു. എങ്കിൽ അവളെ നമ്മുടെ കൊട്ടാരത്തിലേക്ക് വേണം. വേഗം പിടിച്ചുകൊണ്ടുവാ. മഹാരാജാവേ, ആ സ്ത്രീ ഒരു മുയലിന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു. എങ്ങനെ കൊണ്ടുവരും പ്രഭു? ശരിയാണ്, അത് രാജനീതിയല്ല. അതിനൊരു പോംവഴിയുണ്ട്. ആ മുയലിനെ നമുക്ക് ഇല്ലാതാക്കാം, അത്ര തന്നെ. അതെങ്ങനെ? വെറുതെ ഇല്ലാതാക്കാൻ പാടില്ല. അതിനെന്തെങ്കിലും കാരണം വേണം. എന്ത് കാരണം? ഇനി അതും ഞാൻ പറഞ്ഞു തരണോ? നിങ്ങളെയൊക്കെ പിന്നെ എന്തിനാ ഇവിടെ 4 നേരം ഭക്ഷണം തന്ന് പണിക്ക് നിർത്തിയിരിക്കുന്നത്? ആലോചിക്കണോ? സോറി പ്രഭു. എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമുക്ക് ആർക്കും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു ദൗത്യം ആ മുയലിനെ ഏൽപ്പിക്കാം. അവൻ അത് ചെയ്തില്ലെങ്കിൽ അവനെ നാട് കടത്താം. അങ്ങനെ ആവട്ടെ. എത്രയും പെട്ടെന്ന് അവനെ കാര്യങ്ങൾ അറിയിക്കുക. അങ്ങനെ മുയൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിയിൽ ഭടന്മാർ മുയലിനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. മുയലിനെ കണ്ടതും ഭടന്മാർ പറഞ്ഞു, നാളെ വരുമ്പോ രാജാവുമായി ഒരു കുതിരപ്പന്തയം നടത്തണം. പന്തയത്ത് തോറ്റ നിന്നെ പിന്നെ ഈ കാട്ടിൽ കാണില്ല. കേട്ടല്ലോ? പന്തയമോ? പാവം മുയൽ. രാജാവിനാണെങ്കിൽ ഒരുപാട് കുതിരകളുണ്ട്, തനിക്കാണെങ്കിൽ ഒറ്റ കുതിര പോലും ഇല്ല. അവൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ മുയൽ തന്റെ വീട്ടിലെത്തി സുന്ദരിയോട് സങ്കടത്തോടെ പറഞ്ഞു, നിനക്ക് കേൾക്കണോ? നാളെ രാജാവ് എന്നെ നാട് കടത്തും. എന്തിന്? നാളെ രാജാവുമായി ഒരു കുതിരപ്പന്തയം വേണമത്രേ. അതിന് നമുക്ക് എവിടെ ഈ കുതിര? ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾ സുഖമായി കിടന്നുറങ്ങിക്കോളൂ. ഞാൻ നാളെ നിങ്ങളെ നേരത്തെ വിളിച്ചുണർത്താം. അങ്ങനെ മുയൽ മനസ്സില്ലാ മനസ്സോടെ കിടന്നുറങ്ങി. നമ്മുടെ സുന്ദരി മുയലാകട്ടെ മാജിക് കാണിച്ച് ഒരു വെളുത്ത കുതിരയെ ഉണ്ടാക്കി. അങ്ങനെ നേരം വെളുത്തു. പുറത്ത് ടക് ടക് എന്ന ശബ്ദം കേട്ടാണ് നമ്മുടെ രാജാവ് ഉണർന്നത്. രാജാവ് കൊട്ടാരത്തിന് പുറത്തു വന്ന് കണ്ട കാഴ്ച കണ്ട് ഞെട്ടി. അതാ നമ്മുടെ മുയൽ കുതിരപ്പുറത്ത് വന്ന് നിൽക്കുന്നു. രാജാവും ഭടന്മാരും പകച്ചുപോയി. അങ്ങനെ പന്തയം ആരംഭിച്ചു. രാജാവിന്റെ കുതിരയെ വെട്ടിച്ചതാ നമ്മുടെ മുയലിന്റെ കുതിര മുന്നോട്ട് പായുന്നു. അങ്ങനെ നമ്മുടെ രാജാവ് പന്തയത്തിൽ തോറ്റുപോയി. ഇനി എന്ത് ചെയ്യും? നമ്മുടെ മുയലിനെ രാജാവ് വീണ്ടും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. നിനക്കെങ്ങനെയാണ് ഇത്രയും കഴിവുകൾ കിട്ടിയത്? അപ്പോൾ മുയൽ നടന്ന കാര്യങ്ങൾ വിവരിച്ചു. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി മുതൽ ഈ രാജ്യം ഭരിക്കാൻ എനിക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട്. പ്രഭു, അപ്പൊ നിങ്ങൾ കൊട്ടാരത്തിന് പുറത്ത്. ഇനി ഇവരാണ് നമ്മുടെ രാജ്യത്തിന്റെ പുതിയ മന്ത്രിമാർ. കലണ്ടറിലെ സുന്ദരിയും മുയലും കൊട്ടാരത്തിൽ താമസിച്ചു. രാജ്യം മുഴുവൻ ആ ദിവസം പുതുവത്സര ദിനമായി രാജാവ് പ്രഖ്യാപിച്ചു. ഒരിക്കൽ നമ്മുടെ മന്ത്രി വേഷം മാറി വനപാതയിലൂടെ കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരാളുടെ കരച്ചിൽ കേട്ടത്. എന്തു പറ്റി? ഞാൻ പട്ടണത്തിലെ ഒരു ചെറിയ കച്ചവടക്കാരനാണ്. പട്ടണത്തിൽ പോയി വരുന്ന സമയം വിശ്രമിക്കാൻ വേണ്ടി ഒന്ന് നിർത്തി. ക്ഷീണം കാരണം മരച്ചുവട്ടിൽ അറിയാതെ ഉറങ്ങിപ്പോയി. ഉറക്കമുണർന്നപ്പോൾ എന്റെ കുതിരയെ കാണാനില്ല. തെറ്റിപ്പോയ എന്റെ കുതിരയെ അന്വേഷിച്ച് ഞാൻ ഒരുപാട് അലഞ്ഞു. അത് കടന്നു പോകുന്നത് നിങ്ങൾ കണ്ടോ?
ഇത് കേട്ട മന്ത്രി ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുതിരയുടെ കാലിന് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ? അതെ അതെ ഉണ്ട്. പട്ടണത്തിൽ നിന്നും ഇന്നലെ രാത്രി വരുന്ന വഴി ഒരു കല്ലിലിടിച്ച് കാലിന് ചെറിയ മുടന്തുണ്ട്. അല്ല, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങൾ എന്റെ കുതിരയെ കണ്ടു അല്ലേ? വേഗം പറയൂ, എവിടെയാണ് എന്റെ കുതിര? സമാധാനപ്പെടൂ സഹോദര. ഇത് പറഞ്ഞു മന്ത്രി വീണ്ടും ആലോചിച്ചു. എന്നിട്ട് വീണ്ടും ചോദിച്ചു, ആ കുതിരയ്ക്ക് ഒരു കണ്ണ് കാണില്ലായിരുന്നോ? അതെ അതെ. അതിന്റെ ഒരു വശത്ത് ഗോതമ്പും മറുവശത്ത് പഞ്ചസാരയുമായിരുന്നോ നിറച്ചിരുന്നത്? അതെ അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ നിങ്ങൾ എന്റെ കുതിരയെ തീർച്ചയായും കണ്ടിട്ടുണ്ട്. എവിടെയാണ്? വേഗം പറയൂ. വ്യാപാരിയുടെ ക്ഷമ നശിക്കാൻ തുടങ്ങി. വ്യാപാരിയുടെ ചോദ്യം കേട്ട് മന്ത്രി അസ്വസ്ഥനായി. ഞാൻ നിങ്ങളുടെ കുതിരയെ കണ്ടെന്ന് പറഞ്ഞോ? പിന്നെ എന്റെ കുതിരയുടെ വിവരങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു? ഞാൻ എന്റെ നിരീക്ഷണങ്ങളും ഊഹങ്ങളും മാത്രമാണ് പറഞ്ഞത്. അല്ല, നിങ്ങൾ കള്ളം പറയുകയാണ്. നിങ്ങളാണ് എന്റെ കുതിരയെ മോഷ്ടിച്ചത്. ഞാൻ നിങ്ങളുടെ കുതിരയെ കണ്ടിട്ടില്ല. നിങ്ങൾ വീണ്ടും കള്ളം പറയുന്നു. നമുക്ക് രാജാവിന്റെ അടുത്ത് പോയി പ്രശ്നം അവതരിപ്പിക്കാം. രാജാവ് ഇതിന് ഒരു വഴി കാണാതിരിക്കില്ല. ശരി. വ്യാപാരിക്ക് അത് മന്ത്രിയാണെന്ന് മനസ്സിലായിരുന്നില്ല. അങ്ങനെ തർക്കം പരിഹരിക്കാൻ ഇരുവരും കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. പറയൂ, എന്താണ് പ്രശ്നം? ഞാൻ പട്ടണത്തിൽ പോയി വരുന്ന സമയം വിശ്രമിക്കാൻ വേണ്ടി ഒന്ന് നിർത്തി. ക്ഷീണം കാരണം ഞാൻ മരച്ചുവട്ടിൽ അറിയാതെ ഉറങ്ങിപ്പോയി. ഉറക്കമുണർന്നപ്പോൾ എന്റെ കുതിരയെ കാണാനില്ല. ഇയാളാണ് എന്റെ കുതിരയെ മോഷ്ടിച്ചത്. ഇത് കേട്ട രാജാവ് ചിരിക്കാൻ തുടങ്ങി. നിങ്ങളുടെ കുതിരയെ ഇയാൾ മോഷ്ടിച്ചു എന്നാണോ പറയുന്നത്? അതേ പ്രഭു. ഇത് കേട്ട് രാജാവ് വീണ്ടും ചിരിക്കാൻ തുടങ്ങി. മന്ത്രി, ഇയാൾക്ക് നിങ്ങളെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. മന്ത്രിയോ? എവിടെ? മന്ത്രി തന്റെ വേഷവിധാനങ്ങൾ അഴിച്ചപ്പോൾ വ്യാപാരി ഞെട്ടിപ്പോയി. വേഷം മാറി നിന്നത് നമ്മുടെ സാക്ഷാൽ മന്ത്രിയായിരുന്നു. മന്ത്രി, ഇനി പറയൂ, എന്താണ് ശരിക്കും സംഭവിച്ചത്? മന്ത്രി നടന്ന കാര്യങ്ങൾ രാജാവിനോട് പറഞ്ഞു. പ്രഭു, ഞാൻ എന്റെ നിരീക്ഷണങ്ങളും ഊഹങ്ങളും മാത്രമാണ് പറഞ്ഞത്. വിശദീകരിക്കൂ. ഞാൻ വരുന്ന വഴിക്ക് കുതിരയുടെ കാൽപ്പാടുകൾ കണ്ടിരുന്നു. എന്നാൽ അത് 3 കാലുകളുള്ള കുതിരയുടെ കാൽപ്പാടുകളായിരുന്നു. ഒരു കാലിന് പരിക്കേറ്റതിനാൽ അത് മറ്റേ കാൽ വലിച്ചിടുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ കുതിരയുടെ കാലിന് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ഇയാളോട് ചോദിച്ചത്. അപ്പോൾ കുതിരയുടെ ഒരു കണ്ണിന് കാഴ്ചയില്ലെന്ന് എങ്ങനെ മനസ്സിലാക്കി? ഞാൻ വന്ന പാതയുടെ ഇരുവശങ്ങളിലും ചെടികൾ നിരന്നു കിടന്നിരുന്നു. കുതിര നടന്ന വഴിയിലെ ഇരുവശത്തുള്ള ചെടികളുടെ ഇലകൾ മാത്രമാണ് ഭക്ഷിച്ചത്. എന്നാൽ മറുവശത്തുള്ള ചെടികൾക്ക് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല. അതിനാൽ കുതിരയ്ക്ക് ഒരു കണ്ണുകൊണ്ട് മാത്രമേ കാണാൻ കഴിയൂ. അപ്പോൾ കുതിരപ്പുറത്ത് ഒരു വശത്ത് ഗോതമ്പും മറുവശത്ത് പഞ്ചസാരയുമാണെന്ന് എങ്ങനെ മനസ്സിലാക്കി? അവിടെ വഴിയിൽ ഉറുമ്പുകൾ വരിവരിയായി പോകുന്നത് ഞാൻ കണ്ടിരുന്നു. അതിനർത്ഥം കുതിരയുടെ ഒരു വശത്ത് ദ്വാരമുള്ള ഒരു പഞ്ചസാര സഞ്ചി ഉണ്ടാവാം. അതുപോലെ അപ്പുറത്ത് ഗോതമ്പ് തരി വീണിരിക്കുന്നത് കാണാമായിരുന്നു. എന്നോട് ക്ഷമിക്കൂ മന്ത്രി. ഞാൻ മുൻവിധികളോട് കൂടിയാണ് നിങ്ങളോട് പെരുമാറിയത്. പക്ഷെ എന്നാലും എന്റെ കുതിരയെ എനിക്ക് തിരിച്ചു കിട്ടിയില്ലല്ലോ. വിഷമിക്കാതിരിക്കൂ, കുതിരയെ എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കും. എല്ലാത്തിനും ഉപരി കുതിരയുടെ കാലിന് പരിക്കേറ്റത് കൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സംഭവിച്ചതെല്ലാം നല്ലതിന്. ആരവിടെ? വ്യാപാരിയുടെ കുതിരയെ മന്ത്രി പറഞ്ഞ സൂചനകൾ വെച്ച് എത്രയും പെട്ടെന്ന് തന്നെ പിടിച്ചു കൊടുക്കാൻ നാം ഉത്തരവിടുന്നു. ഭടന്മാർ മന്ത്രിയുടെ ഉപദേശം സ്വീകരിച്ച് കുതിര വിട്ടുപോയ പാത പിന്തുടർന്നു. താമസിയാതെ അവർ ആ പാവം കുതിരയെ പിടികൂടി വ്യാപാരിക്ക് കൊടുത്തു. ഒരിക്കൽ പേർഷ്യയിൽ നിന്നും ഒരു കുതിര കച്ചവടക്കാരൻ രാജാവിനെ കാണാൻ കൃഷ്ണപുരത്തേക്ക് വന്നു. പ്രഭു, ഇത് പേർഷ്യയിലെ മുന്തിയ ഇനം കുതിരകളിൽ ഒന്നാണ്. അങ്ങേക്ക് വേണ്ടി ഇതുപോലൊരെണ്ണം ഞാൻ പേർഷ്യയിൽ നിന്നും വരുത്തിക്കോട്ടെ? അതിമനോഹരം.
എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് കൃഷ്ണപുരത്തെ കുതിരയേക്കാൾ 10 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കും. ഭലേ ബേഷ്. എന്നാൽ എന്തായാലും നമുക്ക് ഇതുപോലെ ഒരു കുതിരയെ എത്രയും പെട്ടെന്ന് തന്നെ വേണം. പ്രഭു, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. പേർഷ്യയിൽ നിന്നുള്ള കുതിരയായതുകൊണ്ട് മുൻകൂർ പണം അടയ്ക്കണം. അതിനെന്താണ് മന്ത്രി, ഇയാൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കൂ. പണം വാങ്ങി കുതിര കച്ചവടക്കാരൻ പേർഷ്യക്ക് പോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മന്ത്രി, നാമിനൊരു കൗതുകം. എന്താണ് പ്രഭു, പറഞ്ഞാലും. നമ്മുടെ രാജ്യത്തെ മുഴുവൻ വിഡ്ഢികളുടെയും ഒരു പട്ടിക തയ്യാറാക്കണം. ഉത്തരവ് മഹാരാജൻ. പക്ഷേ എനിക്ക് 2 ദിവസത്തെ സമയം തരണം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മന്ത്രി രാജ്യത്തെ വിഡ്ഢികളുടെ പട്ടികയുമായി രാജസന്നിധിയിലെത്തി. അതിൽ ആദ്യത്തെ പേര് തന്നെ തന്റേതാണെന്ന് കണ്ട രാജാവ് ക്ഷുഭിതനായി. എന്ത് വിഡ്ഢിത്തമാണിത് ബീർബൽ? താങ്കളോട് രാജ്യത്തെ വിഡ്ഢികളുടെ പട്ടിക തയ്യാറാക്കാൻ പറഞ്ഞിട്ട് ഇതിൽ ആദ്യത്തെ പേര് എന്റേതാണല്ലോ. ക്ഷമിക്കണം പ്രഭു, പക്ഷേ അതിന് തക്കതായ കാരണമുണ്ട്. എന്ത് കാരണം? ബീർബൽ നമ്മെ കളിയാക്കുകയാണോ? കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നല്ല ഇനം പേർഷ്യൻ കുതിരകളെ വാങ്ങാനായി അങ്ങ് ഒരു കുതിര കച്ചവടക്കാരന് മുൻകൂറായി പണം കൊടുത്തിരുന്നില്ലേ? ഉവ്, അതിനെന്താണ്? അങ്ങൊരു വിഡ്ഢിയല്ലായിരുന്നുവെങ്കിൽ യാതൊരു മുൻ പരിചയവുമില്ലാത്ത ഒരു പരദേശിക്ക് കുതിരകൾക്കുള്ള മുഴുവൻ തുകയും മുൻകൂറായി കൊടുക്കുമായിരുന്നു. അയാളിപ്പോൾ പണവും വാങ്ങിയിട്ട് എത്രയോ നാളുകളായി. ആ പണവും കൊണ്ട് അയാൾ മുങ്ങിയില്ലേ? അയാൾ മുങ്ങിയതാണെന്ന് ആര് പറഞ്ഞു? അയാൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് വൈകിയതായിക്കൂടെ? അയാൾ അല്പമെങ്കിലും ബുദ്ധിയുള്ളവനാണെങ്കിൽ അയാൾ ആ വെറുതെ കിട്ടിയ പണം നഷ്ടപ്പെടുത്തുകയില്ല. അഥവാ ഇനി കുതിരകളെയും കൊണ്ട് അയാൾ വരികയാണെങ്കിൽ അന്ന് അങ്ങയുടെ പേര് ഈ പട്ടികയിൽ നിന്ന് വെട്ടി പകരം അയാളുടെ പേര് ചേർത്ത് കൊള്ളാം. അതുവരെ അങ്ങ് തന്നെയാണ് 1ാം സ്ഥാനത്തിന് അർഹൻ. രാജാവിന് മറുപടിയില്ലായിരുന്നു. അപരിചിതനായ ഒരാളെ വിശ്വസിച്ച് പണം കൊടുത്തത് അബദ്ധമായി പോയെന്ന് അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടിരുന്നു. ഇനി എന്തു ചെയ്യും മന്ത്രി? എന്തായാലും രാജാവിനെ കബളിപ്പിക്കാനുള്ള ധൈര്യം അയാൾക്കുണ്ടാവില്ല. ഏതെങ്കിലും ഒരു കുതിരയുമായി അയാൾ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ മന്ത്രി പറഞ്ഞത് പ്രകാരം കച്ചവടക്കാരൻ മറ്റൊരു കുതിരയുമായി വന്നു. എന്തു പറ്റി? കുറെ മാസങ്ങളായല്ലോ നിങ്ങൾ പോയിട്ട്. അത് പിന്നെ പേർഷ്യയിൽ നിന്നും കപ്പൽ വഴി എത്തിക്കണ്ടേ, അതാണ് നേരം വൈകിയത്. ശരി ശരി, പേർഷ്യൻ കുതിരകളെ കൃഷ്ണപുരത്തെ കുതിരകളെക്കാൾ മികച്ചത് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നമുക്കതൊന്ന് തെളിയിക്കാൻ നമ്മുടെ കുതിരയുമായി ഒരു കുതിരയോട്ടം വെക്കാം. എന്താ? അല്ല, അത് വേണോ? രാജാവിന്റെ കുതിര തോറ്റ രാജാവിനല്ലേ അതിന്റെ മോശം? അത് ഞാനങ്ങ് സഹിച്ചു. കുതിരയോട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കട്ടെ. ആരെവിടെ? അങ്ങനെ മത്സരം ആരംഭിച്ചു. കച്ചവടക്കാരൻ കൊണ്ടുവന്ന പേർഷ്യൻ കുതിര കൃഷ്ണപുരത്തെ കുതിരയോട് തോറ്റു. ഇവൻ പറ്റിച്ചു ജീവിക്കുന്ന ആളാണ്. ഇവന്റെ ചതിയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കൂ. ഉടൻ തന്നെ ഇവനെ തുറങ്കിലടയ്ക്കൂ. അങ്ങനെ മന്ത്രിയുടെ സമയോചിതമായ ഇടപെടൽ കാരണം രാജാവിന്റെ പണം തിരിച്ചു കിട്ടി. ഓടല്ലേ, പതുക്കെ, വീഴും കുട്ടികളെ. ഹായ് മുത്തശ്ശി. മുത്തശ്ശി, ഇന്ന് സ്കൂളിൽ ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ഇന്ന് പരീക്ഷയ്ക്ക് അടുത്തിരുന്ന കുട്ടിയുടെ പെൻ എഴുതുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന 2 പെന്നിൽ 1 അവൾക്ക് കൊടുത്തു. മിടുക്കി, അങ്ങനെയാണ് നല്ല കുട്ടികൾ. എന്നിട്ട് അവൾ നല്ലപോലെ പരീക്ഷ എഴുതിയോ? ഓ, എന്നിട്ട് അവൾ പരീക്ഷ എഴുതി കഴിഞ്ഞ് താങ്ക്സും പറഞ്ഞിട്ടാ പോയത്. അങ്ങനെയാണ് നല്ല സുഹൃത്തുക്കൾ ചെയ്യേണ്ടത്. മുത്തശ്ശി ഒരു 4 സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ 4 കൂട്ടുകാരുണ്ടായിരുന്നു. ചുണ്ടലി, മുയൽ, ആമ, കാക്ക എന്നിവരായിരുന്നു ആ 4 കൂട്ടുകാർ. അവരെന്നും വൈകുന്നേരം കാട്ടിലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടുമായിരുന്നു. പരസ്പരം വിശേഷങ്ങൾ പങ്കുവച്ചും
തമാശകൾ പറഞ്ഞും അവർ സമയം ചെലവഴിച്ചു. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അവർ കൂട്ടുകാർ എന്നും ഒരുമിച്ച് കൂടുമായിരുന്നു. വളരെ സ്നേഹത്തോടെ കളിച്ചും തമാശ പറഞ്ഞും ആ കാട്ടിൽ അവർ ഒരുമിച്ച് കഴിഞ്ഞു. എന്നത്തെയും പോലെ അന്നും അവർ മരത്തിന്റെ ചുവട്ടിൽ ഒരുമിച്ച് കൂടി. അല്ല, നമുക്കെന്നും ഈ മരച്ചോട്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയാൽ മതിയോ? ഒരു ട്രിപ്പൊക്കെ പോകണ്ടേ? ശരിയാണ്, ഞാനും അത് പറയുകയായിരുന്നു. കുറെ ആയില്ലേ നമ്മളൊരു ട്രിപ്പ് അടിച്ചിട്ട്. എന്നാൽ വൈകിക്കണ്ട, നമുക്ക് നാളെ തന്നെ പോകാം. നമ്മൾ ഒരുമിച്ച് നടക്കാവൂ. എന്ത് വന്നാലും കട്ടിക്ക് കൂടെ നിൽക്കണം. പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ്, എവിടെയൊക്കെയാണ് അപകടം പതിഞ്ഞിരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ കാട്ടുമൃഗം പോയി നാളെ ട്രിപ്പിന് പോവുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. പക്ഷേ അല്ല, നമ്മുടെ മുയൽക്കുട്ടൻ എവിടെ പോയി? എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? സാധാരണ അവനാണ് നമ്മളെക്കാൾ മുന്നേ ഇവിടെ എത്താറ്. നമുക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തു നിന്ന് നോക്കാം. അവ കാണാതായ മുയലിനെ നോക്കി അവിടെ തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തു. കുറേ കഴിഞ്ഞിട്ടും മുയൽ വന്നില്ല. ഫ്രണ്ടിന് എന്തെങ്കിലും പറ്റിയോ എന്ന് എല്ലാവർക്കും സംശയം തോന്നി. നമ്മുടെ മുയൽക്കുട്ടൻ എന്തോ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, വേറെ എങ്ങോട്ടും പോവരുത്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അതും പറഞ്ഞ് കാക്ക പറന്നുപോയി. കാക്ക മുയലിനെ നോക്കി കാട് മുഴുവൻ പറന്നു നടന്നു. അപ്പോഴാണ് കുറ്റിക്കാട്ടിൽ വേട്ടക്കാരന്റെ വലയിൽ കുടുങ്ങിയ മുയൽ കാക്കയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് മുയലിനെ കണ്ട കാക്ക ചോദിച്ചു, നീ എങ്ങനെ ഈ വലയിൽ പെട്ടു? നമ്മൾ ഒരുമിച്ച് നടക്കണമെന്ന് പറഞ്ഞതല്ലേ? അത് പിന്നെ കാക്കേട്ടാ, ഞാൻ കാഴ്ചകൾ കണ്ട് അറിയാതെ ഇങ്ങനെ നടന്നു. ഇവിടെ കെണിയുള്ളത് കണ്ടില്ല ചേട്ടാ. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്ക് കാക്കേട്ടാ. ആ വേട്ടക്കാരൻ ഇപ്പോൾ വരും. എങ്ങനെയെങ്കിലും ഈ വല പൊട്ടിക്കാൻ പറ്റുമോ എന്ന് വേഗം നോക്ക്. എടാ, നിനക്കറിയില്ലേ, എന്നെ കൊണ്ട് പറ്റില്ലടാ. പേടിക്കണ്ട, എന്നെ വിശ്വസിക്ക്. ഞാൻ പോയി ബാക്കിയുള്ളവരെയും കൂട്ടി വരാം. പേടിക്കണ്ട, ധൈര്യമായിരിക്കെ. ഇതും പറഞ്ഞ് കാക്ക തന്റെ ഫ്രണ്ട്സിനെ വിളിക്കാൻ പോയി. കാക്കേട്ടാ, കാക്കേട്ടാ. നടന്ന കാര്യങ്ങളെല്ലാം കാക്ക ഫ്രണ്ട്സിനോട് പറഞ്ഞു. ഇത് കേട്ട് ചുണ്ടലി പറഞ്ഞു, എന്നാൽ എത്രയും വേഗം മുയൽക്കൂട്ടൻ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തെത്തണം. എവിടെയാണത്? ഞാൻ വേഗം പോയി ആ വല കടിച്ചു മുറിച്ച് മുയൽക്കുട്ടനെ ഞാൻ വലയിൽ നിന്ന് രക്ഷിക്കാം. അത് നീ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല. കുറച്ച് ദൂരെയാണ് ആ സ്ഥലം. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും അവന്റെ കഥ കഴിയും. അതിന് നമ്മൾ സുഹൃത്തുക്കൾ ജീവനോടെയുള്ളപ്പോൾ സമ്മതിക്കില്ല. എന്ത് വില കൊടുത്തും മാൻകുട്ടന്റെ ജീവൻ നമ്മൾ രക്ഷിക്കും. സംസാരിക്കാൻ സമയമില്ല. ചുണ്ടലി എന്റെ പുറത്ത് കയറൂ. അത് നല്ല ഐഡിയ ആണ്. എന്നെ നിങ്ങൾ നോക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്താം. നിങ്ങൾ വേഗം ചെല്ല്. കാക്ക പെട്ടെന്ന് തന്നെ ചുണ്ടലിയെയും കൂട്ടി മുയലിന്റെ അടുത്തേക്ക് പോയി. തന്നെ രക്ഷിക്കാൻ വന്ന ഫ്രണ്ട്സിനെ കണ്ട മുയൽ ഹാപ്പിയായി. മറ്റൊന്നും ആലോചിക്കാതെ ചുണ്ടലി തന്റെ പണി തുടങ്ങി. വലകൾ ഓരോന്നായി മുറിച്ചു. വേട്ടക്കാരൻ വരുന്നുണ്ടോ എന്ന് നോക്കാൻ കാക്ക ഒരു മരത്തിന് മുകളിൽ ഇരുന്നു. ആമയും അപ്പോഴേക്ക് അവിടെ എത്തി. എലി പെട്ടെന്ന് തന്നെ അവന്റെ ജോലി തീർത്തു. എന്നിട്ട് മുയലിനെ വലയിൽ നിന്നും രക്ഷിച്ചു. പെട്ടെന്നായിരുന്നു വേട്ടക്കാരൻ അങ്ങോട്ട് വരുന്നത് കാക്ക കണ്ടത്. ഫ്രണ്ട്സിനെ കാര്യം അറിയിച്ച് അവൻ മരക്കൊമ്പിൽ ഒളിച്ചു. മുയൽ കുറ്റിക്കാട്ടിലും എലി ഒരു മാളത്തിലും. പക്ഷെ ആമയ്ക്ക് മാത്രം പെട്ടെന്ന് ഒളിക്കാൻ പറ്റിയില്ല. തിരിച്ചെത്തിയ വേട്ടക്കാരൻ പൊട്ടിക്കിടക്കുന്ന വല കണ്ട് ഞെട്ടിപ്പോയി. എന്നിട്ട് പറഞ്ഞു,
അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ആരാണ് ഈ വല പൊട്ടിച്ചത്? നമ്മുടെ ആമ മെല്ലെ ഒളിക്കാൻ പോകുന്നത് അപ്പോഴാണ് വേട്ടക്കാരൻ കാണുന്നത്. ഇത് കണ്ട വേട്ടക്കാരൻ വിചാരിച്ചു, ആരാണി പോകുന്നത്? മുയൽ പോയെങ്കിൽ എന്താ, നല്ല മുട്ടൻ ആമയല്ലേ കിട്ടിയത്. നമ്മുടെ ആമയെ വേട്ടക്കാരൻ കൊണ്ടുപോയി. ഇത് സങ്കടത്തോടെ നോക്കി നിൽക്കാനേ കൂട്ടുകാർക്ക് കഴിഞ്ഞുള്ളൂ. പക്ഷേ കാക്ക വിട്ടില്ല. അവൻ വേട്ടക്കാരന്റെ പിറകെ വെച്ച് പിടിച്ചു. ആമയെയും കൊണ്ട് കുറേ ദൂരം നടന്നപ്പോൾ ക്ഷീണിച്ച വേട്ടക്കാരൻ ഒരു കുളത്തിനരികിൽ റെസ്റ്റ് എടുത്തു. അവരുടെ പ്ലാൻ അനുസരിച്ച് മുയൽ ആദ്യം കുളത്തിന് കുറച്ചപ്പുറത്തായി ചത്തതുപോലെ കിടന്നു. ഈ സമയത്ത് ചുണ്ടലി ഒരു മരപ്പൊത്തിൽ പോയി ഒളിച്ചു. നമ്മുടെ കാക്കയാകട്ടെ മുയൽ കിടക്കുന്നതിനടുത്തുള്ള മരത്തിൽ പോയിരുന്നു. ഉറങ്ങി എഴുന്നേറ്റ വേട്ടക്കാരൻ പെട്ടെന്ന് അകലെയായി ചത്തതുപോലെ കിടന്ന മുയലിനെ കണ്ടു. വേട്ടക്കാരന് അത് കണ്ട് സന്തോഷമായി. ഒച്ചയുണ്ടാക്കാതെ പോയി. അതേ സമയത്ത് നമ്മുടെ ചുണ്ടലി വേഗം പോയി ആമയെ രക്ഷിച്ചു. വേട്ടക്കാരനെ കണ്ടതും കാക്ക മുയലിന് സിഗ്നൽ കൊടുത്തു. സിഗ്നൽ കിട്ടിയതും മുയൽ ഓടാൻ തുടങ്ങി. ആമ കുറ്റിക്കാട്ടിൽ ഒളിച്ചു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മുയൽ കുറ്റിക്കാട്ടിൽ ഒളിച്ചു. തൻ്റെ മുന്നിലോടിയ മാനിനെ കാണാതായപ്പോൾ വേട്ടക്കാരൻ തൻ്റെ ഓട്ടം അവസാനിപ്പിച്ച് ആമയുടെ അടുത്തേക്ക് പോയി. കീറി പറഞ്ഞ ഒരു സഞ്ചി മാത്രമാണ് വേട്ടക്കാരൻ അവിടെ കാണാൻ കഴിഞ്ഞത്. അയാൾ ആമയെ അവിടെയെല്ലാം തിരഞ്ഞു. പക്ഷെ ആമയെ പോയിട്ട് ആമയുടെ പൊടി പോലും കണ്ടില്ല. ഓടിത്തളർന്ന വേട്ടക്കാരൻ നിരാശനായി വീട്ടിലേക്ക് നടന്നു. അങ്ങനെ ആ കൂട്ടുകാർ വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും ബുദ്ധിപൂർവം രക്ഷപ്പെട്ടു. അങ്ങനെ വീണ്ടും പഴയ കളികളും തമാശയുമായി അവർ കാട്ടിൽ സുഖമായി ജീവിച്ചു. നമുക്കൊരാവശ്യം വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് നല്ല കൂട്ടുകാർ. മുത്തശ്ശി, മുത്തശ്ശി. എന്താ മക്കളെ, എന്തു പറ്റി? മുത്തശ്ശി, ഇത് കണ്ടോ? ഞാൻ സ്കൂള് വിട്ട് നടന്നു വരുന്ന വഴിയിൽ വീണ് കിടക്കുകയായിരുന്നു ഈ കിളി. അതിന് പറക്കാൻ പറ്റുന്നില്ല. കാക്കയും പൂച്ചയും എല്ലാം ഇതിന് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോ എനിക്ക് സങ്കടമായി. ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോന്നു. മുത്തശ്ശി, എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യും. അതിന്റെ അച്ഛനും അമ്മയും അതിനെ കണ്ടാണ്ട് സങ്കടപ്പെടുന്നുണ്ടാവും. പാവം, ഇതിന്റെ കാല് ചെറുതായി ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്. നമുക്ക് മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കാം. മോളെ, ആ മരുന്ന് ഇങ്ങെടുത്തേ. ശരി മുത്തശ്ശി, ഇപ്പൊ കൊണ്ടുവരാം. അതിന് നല്ലോണം വേദന എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ മുത്തശ്ശി? അതൊന്നുമല്ല, നിങ്ങൾ ഇവളെ രക്ഷിച്ചതിന് നന്ദി പറയുകയാണ്. ആണോ? അച്ചടാ. കുട്ടികളെ, ഇതുപോലുള്ള നല്ല പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. മറ്റു ജീവികളോട് നമ്മൾ എന്നും ദയയുള്ളവരായിരിക്കണം. മുത്തശ്ശി ഒരു വികൃതിയായ കുരങ്ങന്റെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ ഒരു മരത്തിന് മുകളിൽ ഒരു വികൃതിയായ കുരങ്ങൻ താമസിച്ചിരുന്നു.
കാട്ടിലെ ഓരോ മൃഗങ്ങളെയും ഉപദ്രവിച്ച് കളിയാക്കി ചിരിക്കലാണ് അവന്റെ മെയിൻ ഹോബി. നമ്മുടെ കുരങ്ങന്റെ വികൃതികളെല്ലാം കണ്ടുകൊണ്ട് ഒരു പ്രായമായ ഒച്ച് ഇലയിലിരിക്കുന്നുണ്ടായിരുന്നു. ഒച്ചു കുരങ്ങനെ തന്റെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ കൊച്ചനെ, നീ ഇങ്ങനെ നടന്നാൽ നിനക്കൊരാവശ്യം വരുമ്പോൾ ആരും തന്നെ നിന്റെ കൂടെ ഉണ്ടാവില്ല. നിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തും. അത് പിന്നെ ചേട്ടാ, ഞാനൊരു തമാശക്ക്. തമാശയെല്ലാം നല്ലതാണ്, പക്ഷേ അത് മറ്റുള്ളവരെ ഉപദ്രവിച്ചു കൊണ്ടാവരുത്. കുരങ്ങന് തന്റെ തെറ്റ് മനസ്സിലായി. അവൻ ആ ഒച്ചു പറഞ്ഞത് അനുസരിച്ചു. അങ്ങനിരിക്കെ ദിവസങ്ങൾ കടന്നുപോയി. ഹായ് കൂട്ടുകാരെ, നിൽക്ക്, ഞാനുമുണ്ട് കളിക്കാൻ. ഇതും പറഞ്ഞ് കുരങ്ങൻ മരത്തിൽ നിന്നും ചാടി. ഒച്ചു പറഞ്ഞത് തന്നെ സംഭവിച്ചു. അവന്റെ കയ്യിലിരിപ്പ് കാരണം ആരും തന്നെ അവനോട് മിണ്ടാതെയായി. എല്ലാരും അവനെ കാണുമ്പോൾ മാറി നടക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം അവൻ ഒറ്റയ്ക്കായി. അങ്ങനെ അവൻ സങ്കടത്തോടെ വീട്ടിലേക്ക് നടന്നു. പെട്ടെന്നാണ് ആരോ സംസാരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. നീ അറിഞ്ഞോ, നമ്മുടെ ഒച്ചണ്ണനെ കാണാനില്ലെന്ന്. അയ്യോ, നമ്മുടെ ഒച്ചണ്ണനോ? ഒരാഴ്ച മുമ്പ് സാധനം വാങ്ങാൻ സൂപ്പർ മാർക്കറ്റിലേക്കാന്ന് പറഞ്ഞ് പുറപ്പെട്ടതാ. ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ചേച്ചി അവിടെ കരച്ചില. കാര്യം കുറച്ച് മെല്ലെ പോകുന്ന ആളാണെങ്കിലും ഈ കാട്ടിലെ എല്ലാ വഴികളും അറിയാവുന്ന ആളാ. അല്ല, അതിന് ഇങ്ങേർക്ക് ഓൺലൈനായി ഓർഡർ ചെയ്താ പോരെ? സാധനങ്ങൾ ഇപ്പോൾ വീട്ടിൽ കിട്ടില്ലേ? ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അങ്ങേർക്കിനി എന്തെങ്കിലും ആപത്ത് പറ്റി കാണുമോന്നാ എന്റെ പേടി. ഇതെല്ലാം കേട്ടു നിന്ന് നമ്മുടെ കുരങ്ങൻ ഒച്ചണ്ണനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് തീരുമാനിച്ച് നേരെ ഒച്ചിന്റെ വീട് ലക്ഷ്യം വെച്ച് നടന്നു. ഒച്ചിന്റെ വീട്ടിലെത്തിയ കുരങ്ങൻ ഭാര്യയോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഒച്ച എങ്ങോട്ടേക്കാണ് പോയതെന്നുള്ള വിവരങ്ങൾ മുഴുവൻ ശേഖരിച്ച് ഒച്ചിനെയും കൊണ്ടേ താൻ തിരിച്ചു വരികയുള്ളൂ എന്ന് വാക്കും കൊടുത്തു വീട്ടിൽ നിന്നും ഇറങ്ങി. കുരങ്ങന്റെ വാക്കുകൾ കേട്ട മൃഗങ്ങൾ പറഞ്ഞു, ബാക്കിയുള്ളവരെ ഉപദ്രവിച്ച് നടക്കുന്ന ഇവനെ കൊണ്ടൊന്നും ഒച്ചണ്ണനെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ സമയം കളയാൻ. അണ്ണാന്റെ വാക്കുകൾ കേട്ട് കുരങ്ങന് സങ്കടവും ദേഷ്യവും വന്നു. പക്ഷെ അതൊന്നും പുറത്തു കാണിക്കാതെ അവൻ ഒച്ചിനെ കണ്ടുപിടിക്കാൻ പുറപ്പെട്ടു. അവൻ ഒച്ചിനെ ഉറക്കെ വിളിച്ചുകൊണ്ട് കാട്ടിലൂടെ നടന്നു. പക്ഷെ തിരിച്ച് ഒരു ശബ്ദവും കേട്ടില്ല. പെട്ടെന്ന് കാട്ടിനുള്ളിൽ നിന്നൊരിളക്കം. കുരങ്ങൻ പേടിച്ചു. പക്ഷേ എല്ലാ ധൈര്യവും സംഭരിച്ച് അവൻ ആ കുറ്റിക്കാട്ടിനടുത്തേക്ക് പോയി. ഹേ കൂട്ടുകാരാ, എന്നെ ഒന്ന് രക്ഷിക്കണേ പ്ലീസ്. കുരങ്ങൻ വേഗം ആമയെ കുടുങ്ങിക്കിടക്കുന്ന വള്ളിയിൽ നിന്നും രക്ഷിച്ചു. നന്ദിയുണ്ട് കൂട്ടുകാരാ. നീ എവിടെ നിന്നാണ്? ഇതിനു മുമ്പ് ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. കുരങ്ങൻ നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു. ഞാൻ ഇന്നലെ രാത്രി ഒരൊച്ചിനെ പുഴ അരികിൽ വെച്ച് കണ്ടിരുന്നു. ഞാൻ ഇന്നലെ രാത്രി വീട്ടിലേക്ക് പോകുകയായിരുന്നു. നല്ല മഴയായിരുന്നു. ഇടിയും മിന്നലും ഉണ്ട്. അപ്പോഴാണ് പുഴയിൽ ഒരു ഇലയിൽ സാധനങ്ങളുമായി പോകുന്ന ഒച്ചിനെ കണ്ടത്. ഞാൻ അപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു, ഏയ് ഒച്ചണ്ണ, ഇപ്പൊ പോകണ്ട, നല്ല മഴയാണ്. മഴ തോർന്നിട്ട് പോകാം. ഏയ്, അത് സാരമില്ല. ഭാര്യയും കുട്ടികളും അവിടെ എന്നെ കാത്തു നിൽക്കുകയാണ്. അവർ ഒറ്റയ്ക്കാണ്. ഞാൻ ഇഴഞ്ഞെത്തുമ്പോഴേക്കും ഒരുപാട് ദിവസം പിടിക്കും. ഇങ്ങനെ പോയാ പെട്ടെന്നെത്താലോ. അപ്പോഴേക്കും വലിയ കാറ്റ് വീശി, ഇടിയും മിന്നലും വന്നു. മഴ കൂടി. ആ ഇരുട്ടത്ത് ഞാൻ എങ്ങനെയോ ഇവിടെ വന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഇവിടെ എവിടെയാണ് പുഴക്കര? എനിക്ക് അങ്ങോട്ടുള്ള വഴി കാണിച്ചു തരാമോ? അതിനെന്താ, ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഒരു കാര്യം ചെയ്യണം. എന്ത് കാര്യം? എന്ത് വേണമെങ്കിലും ചെയ്യാം. വേഗം പറ. എന്നെ കൂടെ
അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഞാൻ എപ്പോഴൊന്നും നിന്റെ കൂടെ അവിടെ എത്തില്ല. കുറച്ച് സ്ലോ ആണേ. അങ്ങനെ കുരങ്ങൻ ആമയെയും കൊണ്ട് പുഴക്കരയിലേക്ക് നടന്നു. പുഴക്കരയിലെത്തിയപ്പോൾ ദൂരെ പുഴയുടെ നടുവിലായി ഒരു മരത്തിന്റെ മുകളിലായി കിടക്കുന്ന ഒച്ചിനെ കണ്ടു. കുരങ്ങന് സന്തോഷമായി. അവൻ പുഴയിലേക്ക് എടുത്തു ചാടാൻ നോക്കിയതും ആമ പറഞ്ഞു, വേണ്ട കൂട്ടുകാരാ, നിനക്ക് പരിചയമില്ലാത്ത പുഴയാണ്. നിനക്ക് നീന്തി അവിടെ എത്താൻ പറ്റിയെന്ന് വരില്ല. ഞാൻ പോയി എന്റെ പുറത്ത് കയറ്റിക്കൊണ്ടുവരാം. ഇത് കേട്ടതും കുരങ്ങന് സന്തോഷമായി. കുരങ്ങൻ ആമയെ പുഴയിലേക്ക് വെച്ചു കൊടുത്തു. ആമ മെല്ലെ നീന്തി പുഴയ്ക്ക് നടുവിലെത്തി ഒച്ചിനെയും രക്ഷിച്ച് തിരിച്ചു വന്നു. ഒച്ചിന്റെ സുരക്ഷിതമായ തിരിച്ചുവരവ് ആ കാട് ആഘോഷിച്ചു. അന്നു മുതൽ കുരങ്ങിനെ ആ കാട്ടിലെ ധീരനായകൻ എന്ന് വിളിച്ചു. അവൻ പിന്നീട് ഒരിക്കലും ആരെയും കളിയാക്കാനോ ഉപദ്രവിക്കാനോ പോയില്ല. കുരങ്ങ് തന്റെ സുഹൃത്തുക്കൾക്ക് ഏത് സമയത്തും എന്ത് സഹായത്തിനും ഓടിയെത്തുമായിരുന്നു. അങ്ങനെ കുരങ്ങ് കാട്ടിലുള്ളവർക്ക് പ്രിയപ്പെട്ടവനായി. ഇതിൽ നിന്നും കൂട്ടുകാർക്ക് എന്ത് മനസ്സിലായി? ചെറിയ ദയയുള്ള പ്രവർത്തികൾക്ക് പോലും ഈ ലോകത്ത് വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയും.